സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നതിനാൽ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ അറിയിച്ചു. NPS-ന് കീഴിലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ചതിനു ശേഷം പ്രതിമാസം കുറഞ്ഞത് 10,000 രൂപയുടെ പെൻഷൻ ലഭ്യമാക്കുകയാണ് UPS-ന്റെ ലക്ഷ്യം. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നതുകൊണ്ട് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നതാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ അറിയിച്ചത്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാന സർക്കാരുകൾ NPS-ൽ നിന്ന് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങുന്നതായും കേന്ദ്രത്തെയും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയെയും അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെയും ജീവനക്കാരന്റെയും വിഹിതവും അവയുടെ പലിശയും ഉൾപ്പെടുന്ന NPS കോർപ്പസ് തുക സംസ്ഥാന സർക്കാരുകൾക്ക് തിരികെ നൽകാൻ വ്യവസ്ഥയുമില്ല. സംസ്ഥാനങ്ങളിൽ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നത് പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ നയപരമായ തീരുമാനമാണ്. എന്നാൽ സംസ്ഥാനങ്ങൾ പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങുന്നതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അടുത്തിടെ പുറത്തുവിട്ട സംസ്ഥാന ധനകാര്യ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ ജീവനക്കാരിൽ സായുധ സേന ഒഴികെയുള്ള ജീവനക്കാരിൽ 2004 ജനുവരി 1-നോ അതിനുശേഷമോ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് ദേശീയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത്. ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മുൻ ധനകാര്യ സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. വിവിധ വിഭാഗങ്ങളുമായി സമിതി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ NPS പരിഷ്കരിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ NPS-ന് കീഴിൽ ഒരു ഓപ്ഷനായി ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ UPS 2025 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്നതായും മന്ത്രി പറഞ്ഞിരുന്നു. NPS-ന് കീഴിലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ചതിനു ശേഷം പ്രതിമാസം കുറഞ്ഞത് 10,000 രൂപയുടെ പെൻഷൻ ലഭ്യമാക്കുകയായിരുന്നു UPS-ന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.